ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാഴച്ചുണ്ട് കണ്ടോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു തോരൻ റെഡിയാക്കാം. മിക്സിയിൽ ജാറെടുത്ത് വെച്ചു, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു, പെരിഞ്ചീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒതുക്കിയെടുക്കണം കേട്ടോ. ഇനി വാഴച്ചുണ്ടെടുത്തിട്ട് അതിൻ്റെ 2 പോളം നമ്മളിവിടെ പൊളിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് ആ പൂവില്ലേ അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ ഒരു ലെയറും കൂടെ കളഞ്ഞിട്ട് അതിൻ്റെ ആ പൂവ് മാത്രം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കളയേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പൂ കണ്ടോ, ആ എടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ഒരു ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു മൊട്ട് പോലൊരു സംഭവം കണ്ടോ, ആ ലെയർ നമ്മൾ അങ്ങ് മാറ്റി കൊടുക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ അത് വേവാൻ പാടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൂവിൻ്റെ എല്ലാം ഇതുപോലത്തെ ആ ഇത് അങ്ങ് മാറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ പീസാക്കി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ നടുകെ മുറിച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കക്കയിറച്ചിയൊക്കെ മേടിച്ച് കഴിക്കുന്നില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റിൽ വരും കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്ത് നമ്മൾ ആ പൂ എടുത്ത് മാറ്റി വെച്ചില്ല, അതിൻ്റെ ഉള്ളിലെ ആ ലെയർ കളഞ്ഞിട്ടാണ് ഇതെല്ലാം അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തിളച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് എല്ലാം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് മൂടി വെച്ചേക്കാം. എന്നിട്ട് മൂടി വെച്ചത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം പിഴിഞ്ഞ് മാറ്റിയെടുത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇപ്പം തന്നെ പകുതി വേവായിട്ടുണ്ട്. അത് കാരണം പെട്ടെന്ന് ഈ തോരൻ റെഡിയാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം നന്നായി പിഴിഞ്ഞ് ഇതുപോലെ മാറ്റി ഒരു പ്ലേറ്റിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ എല്ലാം പിഴിഞ്ഞ് മാറ്റി എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, അതിലോട്ട് കടുകിട്ട് കൊടുത്തു, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.